പാലക്കാട് ജില്ലാ റൈഫിൾ അസോസിയേഷൻ 30,000-ൽ പരം വെടിയുണ്ടകൾ അനധികൃതമായി കൈവശം വെച്ചെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ ജില്ലാ റൈഫിൾസ് അസോസിയേഷൻ ഓഫീസിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട് നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ദേശീയ ഗെയിംസിൽ ഷൂട്ടിംഗ് മത്സരത്തിനായി സംസ്ഥാന ടീമിന് പരിശീലിക്കാൻ ദേശീയ റൈഫിൾ അസോസിയേഷൻ അനുവദിച്ച വെടിയുണ്ടകളിൽ പരിശീലനത്തിന് ശേഷം ബാക്കി വന്നവ തിരിച്ചു നൽകാതെ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അനധികൃതമായി സൂക്ഷിച്ചുവെന്ന കേസിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയത്. ഇന്നലെ അസോസിയേഷന്റെ പാലക്കാട് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട 5ഓളം രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. വെടിയുണ്ടകൾ സൂക്ഷിക്കാൻ ആവശ്യമായ രേഖകളും ഉത്തരവും തങ്ങളുടെ പക്കലുണ്ടെന്നായിരുന്നു സെക്രട്ടറിയുടെ വാദം. എന്നാൽ ഇന്നലെ പിടിച്ചെടുത്ത രേഖകളിൽ നിന്നും ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ദേശീയ ഗെയിംസ് പരിശീലനത്തിനായി ദേശീയ റൈഫിൾ അസോസിയേഷൻ അനുവദിച്ച 60,000-ൽ പരം വെടിയുണ്ടകളിൽ 31,753 അനധികൃതമായി കൈവശം വെച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഉപയോഗിക്കുന്നതിന് ലൈസൻസ് ആവശ്യമായ വെടിയുണ്ടകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ മറ്റ് റൈഫിൾസ് അസോസിയേഷനുകളിലും ഇത്തരത്തിൽ അനധികൃതമായി വെടിയുണ്ടകൾ സൂക്ഷിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് ഡിവൈഎസ്പി VS മുഹമ്മദ് കാസിമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. റിപ്പോർട്ടർ, പാലക്കാട്.